കമൽ സാറിന്റെ കൽക്കി എന്ന് പറഞ്ഞ സിനിമയിൽ മലയാളത്തിലുള്ള ഡബിങ് ചെയ്തത് ഞാനായിരുന്നു. ഭയപ്പെടരുത്, മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട്. ദശാവതാരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ദശാവതാരത്തിൽ അദ്ദേഹം 10 വേഷങ്ങൾ ചെയ്തപ്പോൾ അതിനകത്ത് 10 ഞാനല്ലെങ്കിലും ഏകദേശം ഒരു 7-8 ഞാൻ തന്നെ ചെയ്തു. നമ്മുടെ വിക്രം സിനിമയിലും ഞാനായിരുന്നു കമൽ സാറിനെ ഡബ് ചെയ്തത്. നമ്മുടെ പ്രവാസം മാമാന്ന് വിളിക്കുന്നത് വരുമ്പോഴത്തേനും ഇവിടെ നേരെ തിരിച്ചു വരുന്ന പോലൊക്കെ. കൊടുത്തവർ മരിച്ചോട്ടെ, എന്നാൽ കൊടുത്ത വാക്കിന് മരണമില്ലല്ലോ. മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവഗാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകീയരെ വധിച്ച വീരാതിവീരൻ അമരേന്ദ്ര ബാഹുബലി. അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൽ ജയറാമേട്ടൻ ഞാൻ ഡബ് ചെയ്തത്. എന്റെ ക്ലോസ് റിലേറ്റീവ്സ് പോലും അത് വിശ്വസിച്ചിട്ടില്ല. എന്നെ ഞാനാക്കിയ ചാലക്കുടിയിലെ എന്റെ പ്രേക്ഷകർക്ക് മുന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡബ് ചെയ്തു. അമൃതാഞ്ജൻ റോൾ ഓൺ. എല്ലാത്തരം വേദനകൾക്കും ഉടനടി പരിഹാരം. ശബ്ദമില്ലാതെ പാറുപൊട്ടിച്ചു കൊടുക്കും. സമീപിക്കുക സ്നേഹ. എന്താ കമൽ സാറിനെ കണ്ടിട്ടുമില്ല, സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാണുവാണെങ്കിൽ ആദ്യമായിട്ട് പറയാൻ പറ്റിയൊരു കാര്യം എന്തായിരിക്കും? സാറിന് നേരിട്ട് കാണണം. ദയവ് ചെയ്ത് എൻ്റെ എല്ലാ തെറ്റുകളും പൊറുക്കണം. ഞാൻ അങ്ങയുടെ കഥാപാത്രത്തെ ഏതെങ്കിലും വിധത്തിൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയും. നമ്മൾ പ്രേക്ഷകർ തിയേറ്ററിൽ കാണുന്ന പല പോർഷൻസും ഈ സ്റ്റുഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അപൂർണമായ ഒരു വീഡിയോയിൽ നോക്കിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. വിഷ്വൽ മാജിക്ക് മുഴുവൻ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ഡബ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. നമ്മുടെ പരിമിതി അതാണ്. കാരണം ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന ഈ ചെയർ, ഇതിന് നമുക്ക് മലയാളത്തിൽ പറയുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് പറയാം. അല്ലാതെ പ്രോപ്പറായിട്ട് നമുക്ക് പറയാൻ പറ്റിയത് 3 മാക്സിമം പോയാൽ 4. ഇപ്പോൾ വീടെന്നൊക്കെ നമ്മൾ ഡബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്നൊന്നും ആലോചിച്ചു. തിയേറ്റർ കുലുങ്ങല്ല, അവനെ തേച്ച് ഒട്ടിക്കില്ലേ. കുറെ സാധനങ്ങൾ പറഞ്ഞു വരുമ്പോഴും നമുക്കത് ചിരി വരുമല്ലോ ചില സമയത്ത്. എനിക്ക് ഇപ്പോഴേ ചിരി വരുന്നുണ്ട്. എന്തൊക്കെ കാണും. എപ്പോഴെങ്കിലും രസകരമായിട്ട് തോന്നിയ ഡബിങ് എത്ര കഥകൾ എനിക്ക് എപ്പോഴും ഓർമ്മ വന്ന ഒരു കഥയാണ്. കാലെന്തോ കുടുങ്ങി പോകും, അത് തുണിയുടെ കെട്ടഴിക്കാൻ പറ്റാതെ പോകും, അങ്ങനെ എന്തോ ചെയ്യാണ്. മലയാളം ഒന്നും അറിയാത്ത കുറച്ച് ആൾക്കാർ അതവിടെ തർജ്ജമ ചെയ്യുന്നു കൊടുക്കുന്നുണ്ട്. ഉടനെ ഈ പെണ്ണ് ഈ കാലിനെ പൊക്കിക്കൊണ്ട് വിളിച്ചിട്ട് പോകുന്ന ആൾക്കാരെ നിങ്ങൾ ഇതുവഴി വരുമോ എന്ന് പേശി ഞാൻ ഇങ്ങനെ ആയിപ്പോയി. എങ്ങനെയൊക്കെ പറയുന്ന മലയാളികളുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റിയെന്നല്ലേ പറയുള്ളൂ. എനിക്ക് നല്ലൊരു ഭാഗ്യം പറ്റി. ഞാൻ അവളെ വഴിക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ട്. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പറയാറുള്ളത്? ഇന്ന് ഞാനല്ല ഇൻട്രോ പറഞ്ഞേക്കുന്നത്, ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഗസ്റ്റാണ് ഇൻട്രോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ സൗണ്ട് നിങ്ങൾക്കെല്ലാം പരിചയമുണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഈ ഡേ ടു ഡേ ലൈഫിൽ പരസ്യങ്ങളിലൂടെയും സീരിയലുകളിലൂടെയും അതേപോലെ സിനിമയിലൊക്കെ കേൾക്കുന്ന ഒരു സൗണ്ടാണ്. നമ്മുടെ സ്വന്തം പ്രവീൺ ചേട്ടനാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഡബിങ് ആർട്ടിസ്റ്റ്, ഡയറക്ടർ കൂടെ അല്ല ചേട്ടാ? നമസ്കാരം. ഞാൻ പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ അങ്ങനെ ഡയറക്ടർ, ഒരു പൂർണ്ണമായ രീതിയിൽ ഡയറക്ടർ ഒന്നും പറയാറ്റില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ് പ്രവീൺ ചേട്ടനാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പൊ ഇന്ന് പ്രവീൺ ചേട്ടൻ വന്നിരിക്കുന്നത് ഒരു ബ്രഹ്മാണ്ഡ ചിത്ര വിശേഷങ്ങളുമായിട്ടാണ്. കൽക്കി ഒരു ബ്രഹ്മാണ്ഡ സിനിമയുടെ ഒരു വലിയ നടൻ അഭിനയിച്ചതിൻ്റെ ഒരു കുഞ്ഞ് പോർഷനിൽ കുറച്ച് ശബ്ദങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റി. വേറെ അല്ല, കമൽ സാറിന്റെ കൽക്കി എന്ന് പറഞ്ഞ സിനിമയിൽ മലയാളത്തിലുള്ള ഡബിങ് ചെയ്തത് ഞാനായിരുന്നു. അതെ, അപ്പം ചേട്ടൻ വളരെ വിനയത്തോട് ശാന്തമായിട്ടൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ചെയ്തു വെച്ചേക്കുന്ന ഐറ്റം വളരെ വലിയ സംഭവമാണ്. ചേട്ടൻ അതൊക്കെ വളരെ ചെറിയ മറ്റേ ഈ പൂ പറിക്കുന്ന ലാഘവത്തോട് ചെയ്തു വെച്ചേക്കുവാണ്. ഒരിക്കലും പൂ പറിക്കുന്ന ലാഘവല്ല. പൂവൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പൂവല്ല. കാര്യം പറിച്ചെടുക്കാൻ പൂ പറിച്ചു എന്നൊക്കെ നമുക്ക് പറയുകയാണെങ്കിലും നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് നേരത്തെ കമൽഹാസൻ സാറിന് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാൻ ദശാവതാരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ദശാവതാരത്തിൽ അദ്ദേഹം 10 വേഷങ്ങൾ ചെയ്തപ്പോൾ അതിനകത്ത് 10 ഞാനല്ലെങ്കിലും ഏകദേശം ഒരു 7-8 ഞാൻ തന്നെ ചെയ്തു. ബാക്കിയുള്ള സമയക്കുറവ് മൂലം വേറൊരാളെ ഏൽപ്പിച്ചു. സമയക്കുറവല്ല കേട്ടോ, കാരണം കുറച്ച് തെലുങ്ക് പോർഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചൈനയിൽ ബെറ്ററായിട്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ചെയ്ത്. അപ്പോൾ അദ്ദേഹം അത് വളരെ ഭംഗിയായി ചെയ്തപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് ആ പോർഷൻ അദ്ദേഹം ചെയ്തു. അപ്പോൾ ആ പോർഷൻ അദ്ദേഹമാണ് കണ്ടിന്യൂ ചെയ്ത്. ബാക്കി ഉള്ള പോർഷൻസൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. പിന്നെ നമ്മുടെ വിക്രം സിനിമയിലും ഞാനായിരുന്നു കമൽ സാറിനെ ഡബ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടികൾ തുടങ്ങുന്നത്. പക്ഷെ വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മള് കൽക്കി ഇറങ്ങിയപ്പോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി, അല്ലെങ്കിൽ ഇങ്ങനെ ട്രോളും കാര്യങ്ങളും മീംസ് ഒക്കെ വരുന്ന സാധനമുണ്ട്. നമ്മുടെ ബാഹുബലിക്കകത്ത് കട്ടപ്പയുടെ അതേ സൗണ്ടാണ്
വന്നേക്കുന്നെന്ന് പറഞ്ഞിട്ട്. ഇല്ല, അങ്ങനെ ഒരു കമന്റ് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. ചേട്ടനല്ലേ കട്ടപ്പ കൊടുത്തേ? അതെ, കട്ടപ്പയ്ക്ക് സൗണ്ട് കൊടുത്തേനെ. പക്ഷെ ഉണ്ട്, അതായത് കട്ടപ്പ മറ്റേ അതിനകത്ത് മറ്റേ നമ്മുടെ പ്രഭാസ് മാമാന്ന് വിളിക്കുന്നത് വരുമ്പോഴത്തേനും ഇവിടെ നേരെ തിരിച്ചു വരുന്ന പോലൊക്കെ അപ്പൊ അങ്ങനത്തെ ട്രോളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ മറ്റേ കട്ടപ്പയ്ക്ക് കൊടുത്ത അതേ സൗണ്ടാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത് കളിക്കാതെ വരുമ്പോഴത്തേക്കിന്. അത് കൊള്ളായിരുന്നു. അപ്പൊ ഇതില് വരുമ്പോഴത്തേനും നമ്മൾ ഈ കമൽഹാസൻ സാറിന്റെ ഒക്കെ സൗണ്ട് പിടിക്കുമ്പോഴത്തേനും നല്ല ബേസും കുറച്ച് ഒരു ഡിഫറെന്റ് സൗണ്ട് ആണ്, കുറച്ച് ചാലഞ്ചിങ് ആണല്ലോ. അതെങ്ങനെയാട്ടാ അതിന്റെ ഒരു പരിപാടി? അത് നമ്മൾ ശരിക്കും ആസ്വദിച്ച് ചെയ്യുക, നമുക്ക് ത്രില്ലിംഗ് ആയിട്ട് ചെയ്യുക. നമ്മൾ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചിരിക്കുമ്പോൾ അത് മലയാളത്തിലേക്ക് നമുക്ക് ഡബ് ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളത് അങ്ങോട്ട് എന്താ പറയുക, മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ, ഒരിക്കലും പൂർണ്ണമായിട്ടും ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് ഒരാൾക്കും സാധിക്കില്ല. പക്ഷെ നമ്മളുടെ ആ ഒരു പാഷൻ അനുസരിച്ച് നമ്മൾക്കുള്ള ഒരു ക്യൂരിയോസിറ്റി ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്ത് ഫലപ്രദമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ വിജയിച്ചു എന്ന് ഇങ്ങനെ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനി അടുത്തൊരു വർക്ക് ചെയ്യാൻ വരുമ്പോഴും നമുക്കൊരു മോട്ടിവേഷനാണ്, ഒരു ഇൻസ്പിറേഷനാണ് നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ. ആ ഒരു ഇൻസ്പിറേഷൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുള്ളൂ. ഈ ബ്രഹ്മാണ്ഡ പടങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ബാക്കിലേക്കാണ് സാധാരണ കാണുന്നത് അല്ലേ, പഴയ കാലങ്ങള്. പക്ഷെ ഇപ്പൊ വന്നപ്പോഴാണ് ഇതിലേക്ക് വരുമ്പോഴത്തേനൊരു 870 ആ വർഷങ്ങൾ അപ്പുറത്തേക്കുള്ള കാലമാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെ കുറെ ഇംഗ്ലീഷ് വേർഡ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആണല്ലേ? നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സംഭവം ഡബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കാണുന്ന ഒരു പൂർണ്ണതയോടുകൂടി ആയിരിക്കില്ല നമുക്ക് ഈ സിനിമ. നമുക്ക് ഡബിങ് വേർഷൻ എന്ന് പറഞ്ഞ് തന്നെ കിട്ടുന്ന ഒരു വീഡിയോ ഇതുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ തിയേറ്ററിൽ, നമ്മൾ പ്രേക്ഷകർ തിയേറ്ററിൽ കാണുന്ന പല പോർഷൻസും ഈ സ്റ്റുഡിയോയിൽ ഉണ്ടാവില്ല. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ല, അത് റോ ഫയൽസ് ആയിരിക്കാം. ചിലപ്പോൾ അത് VFXും അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാത്തതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അപൂർണമായ ഒരു വീഡിയോയിൽ നോക്കിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പെർഫെക്ഷൻ എന്താണെന്ന് തിയേറ്ററിൽ എത്തിയാലാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമുക്കും അറിയാൻ പറ്റുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ. അല്ലാതെ നമ്മൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമയുടെ ഒരു വിഷ്വൽ മാജിക്ക് മുഴുവൻ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ഡബ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഇതിൻ്റെ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് അവരൊക്കെ ഇപ്പം അറിയാമല്ലോ. ഇതിൻ്റെ അരുൺ, അതുപോലെ തന്നെ അജിത്ത്, വോക്സ്കോം എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, അവരുടെയാണത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള നിരഞ്ജന, പിന്നെ ഇത് റൈറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ശരത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീതാരാമം എന്ന് പറഞ്ഞ സിനിമയൊക്കെ എഴുതിയ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. കാരണം അവരാണ് ഈ സിനിമ പൂർണ്ണമായിട്ട് കണ്ട ശേഷം അവരിലൂടെയാണ് നമ്മളിത് കണ്ടിട്ടുള്ളൂ. ആസ് എ ഡബ്ബിങ് ആർട്ടിസ്റ്റ് അവരുടെ കണ്ണിലൂടെ കണ്ട സംഭവങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതനുസരിച്ചാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ശബ്ദം കൊടുക്കാനും എല്ലാം സാധിച്ചിട്ടുള്ളൂ, ഈ കഥാപാത്രം ആനൊക്കെ. ബാക്കിയുള്ളതെല്ലാം തിയേറ്ററിലെത്തിയ ശേഷം ഞാനും ആനയൊക്കെ ഇരുന്ന് കാണുന്നത് ഒരുമിച്ചാണ് എന്ന് മാത്രം. കണ്ടോ ചേട്ടാ ഫസ്റ്റ്? ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഞാൻ എവിടെ ഉണ്ടായിരുന്നില്ല, കേരളത്തിലുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ. എനിക്ക് 2-3 കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാനിത് എന്തായാലും തിയേറ്ററിൽ, നല്ല തിയേറ്ററിൽ 3D തന്നെ കാണണം എന്നുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടില്ല. അപ്പൊ സിനിമയുടെ മറ്റേ എന്താ പറയുക, കണ്ടിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും എനിക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഉറപ്പായിട്ടും ഇന്ന് തന്നെ പോയി കാണണം കേട്ടോ. ഇന്ന് തന്നെ കണ്ടില്ലെങ്കിൽ നാളെ എന്തായാലും ഈ സിനിമ കാണാതെ വീട്ടിൽ കയറുന്ന വിഷയമില്ല. ഞങ്ങള് കണ്ടു, ഞാനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയി കണ്ടു. ഗംഭീര പടമായിട്ടുണ്ട്. അതിന് സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് അതിന്റെ ഡയലോഗ്സ്, കാര്യങ്ങള്, ഡബിങ് വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഡബിങ്, ദീപിക പദുക്കോൺ, ഇപ്പം കമൽ സാറ്, പ്രഭാസ്, അതിനകത്തൊരു ചെറിയ ക്യാരക്ടർ ഉണ്ട് ബുജ്ജി. ചെറിയ ക്യാരക്ടർ മീൻസ് അതിന് കാണാൻ പറ്റില്ല അല്ലെ, നമുക്കൊരു ഒരു മനുഷ്യരൂപം ഇല്ല. പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് കീർത്തി ചേച്ചിയാണ് ഡബ് ചെയ്തേക്കുന്നൊക്കെ ഇപ്പം നീരജ് ചേച്ചി വന്നിട്ട് പറഞ്ഞിട്ട് പോയി. അപ്പൊ അത്രത്തോളം ഭയങ്കര അടിപൊളിയായിട്ടാണ് അതിലേക്ക് ഡബിങ് വന്നേക്കുന്നത്. അപ്പൊ ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ഈ കമൽ സാറിന് ആദ്യം ഡബ് ചെയ്യുന്ന ഏത് പടത്തിലാണ്? ദശാവതാരമാണ്. ഞാൻ ദശാവതാരത്തിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വെറുതെ ഒരു ട്രൈയിങ് ആയിരുന്നു. മുമ്പെന്തോ അവർ പറഞ്ഞു വെച്ചിരുന്നു, അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ കണ്ട് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു അഭിനേതാവ് തന്നെയാണല്ലോ കമൽ സാർ എന്ന് പറഞ്ഞാൽ. അത്രയധികം നമ്മൾ സ്നേഹിച്ചു പോകുന്ന, ആരാധിച്ചു പോകുന്ന ഒരു നടനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മളറിയാതെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വന്നു പോകും.
അപ്പോൾ നമ്മളത് ചെയ്യാനൊരു ഇഷ്ടത്തോടു കൂടി നമ്മൾ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു സത്യം. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കിനും എന്തായാലും നമ്മൾ പുതിയൊരു സൗണ്ട് പരീക്ഷ നോക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിഫിക്കൽറ്റി വരുമല്ലോ, എന്തെങ്കിലുമൊക്കെ പിടിച്ച് വരണമല്ലോ. അപ്പൊ ഇതിനകത്ത് കമൽ സാറിന് സൗണ്ട് പിടിക്കുമ്പോഴത്തേന് ഏറ്റവും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവം അല്ല, അദ്ദേഹത്തിന് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ശബ്ദങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ഇഫക്റ്റുകളെല്ലാം ഭയങ്കര ഇതാണ്. അപ്പോൾ ആ ഒരു ശ്വാസത്തിൽ പോലും ഒരു അർത്ഥം ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഒരു നിശ്വാസങ്ങളിൽ പോലും അർത്ഥമുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കത് ഡബിങ് പൂർണ്ണമാവുകയുള്ളൂ. ഈ കൽക്കിയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു പോർഷൻസ് വളരെ ചെറുതാണല്ലോ, അത് ഭയങ്കര ഡെപ്ത് ഉള്ള കുറെ സാധനങ്ങളാണ്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ സിനിമയുടെ ആണെങ്കിൽ ഇപ്പം നിരഞ്ജന ഒക്കെ അല്ലെങ്കിൽ അരുൺ അജിത്തൊക്കെ എനിക്കിങ്ങനെ കഥകൾ പറഞ്ഞു തരുമ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണോ ഈ ഇത്രയും സീനുകൾ കൊണ്ട് തീർന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ അത് ആ സീനിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് അത്രയും വളരെ വലുതായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഇത്. ഇപ്പോൾ മുമ്പേ നീരജിച്ച് വന്നപ്പോഴത്തേന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്, അതായത് വേറെ ലാംഗ്വേജിലുള്ള കുറേ ഡയലോഗുകൾ നമ്മുടെ ഇവിടേക്ക് വരുമ്പോഴത്തേന് അത് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ മീനിങ് ചോരാതെ തന്നെ നമുക്ക് ഇവിടേക്ക് മാറ്റണം. പക്ഷെ ആ വാക്കുകൾ ഇവിടെ വരുമ്പോഴത്തേന് ഇടയ്ക്കെല്ലാം ഓരോരോ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്താലേ പറ്റത്തുള്ളൂ, കാരണം നമ്മൾ ലിപ്സിങ് കറക്റ്റ് ആകും. അപ്പൊ ഈ ഡയലോഗ് ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് പണിയാണ്, കാരണം ലിപ്സ് തുടങ്ങി. ഒരിക്കലും ഒരു റൈറ്ററും അല്ലെങ്കിൽ ഒരു ഡബിങ് കോർഡിനേറ്റേഴ്സും ഒരിക്കലും ഈ സിനിമ മോശമാകാൻ വേണ്ടിയിട്ടല്ല അത് തർജ്ജമ ചെയ്യുന്നത്. ആക്ച്വലി കുഴപ്പമെന്ന് പറയുകയല്ല, നമ്മുടെ പരിമിതി അതാണ്. കാരണം ഇപ്പം നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന ഈ ചെയർ, ഇതിന് നമുക്ക് മലയാളത്തിൽ പറയുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ചെയർ, കസേര, സോഫ, കസേര, ചെയർ, വേറെന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ, പണ്ട് മറ്റേ LKG ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അല്ല, മലയാളത്തിലെ കാര്യം ഞാൻ ചോദിക്കുന്നത്, മലയാളത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇരിപ്പിടം, പിന്നെ വേണമെങ്കിൽ അതിൻ്റെ മുകളിലിരുന്നു, ഇതിൻ്റെ മുകളിലിരുന്നു, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അല്ലാതെ പ്രോപ്പറായിട്ട് നമുക്ക് പറയാൻ പറ്റിയത് 3 മാക്സിമം പോയാൽ 4, അതിനപ്പുറത്തേക്ക് വാക്കില്ലല്ലോ. പക്ഷേ ഒരു മൊബൈൽ ഫോണിന് തമിഴിൽ അർത്ഥങ്ങൾ വെച്ച് കഴിഞ്ഞാൽ തൊലൈപ്പേച്ചി, കൈഫോൺ, അത് ഇത് ഇങ്ങനെ ഇഷ്ടമാതിരി അർത്ഥങ്ങളുണ്ട്. അതായത് നാനാർത്ഥങ്ങൾ കൂടുതലാണ് മറ്റു ഭാഷകളിൽ. മലയാളത്തിൽ നാനാർത്ഥങ്ങളില്ല, നാനാർത്ഥം മാത്രമേ ഉള്ളൂ. കസേര, പീഠം. ഇപ്പോൾ പീഠം എന്നൊക്കെ നമ്മൾ ഡബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. തിയേറ്റർ കുലുങ്ങല്ല, അവനെ തേച്ച് ഒട്ടിക്കില്ലേ നിങ്ങൾ തന്നെ. ആലോചിച്ചു നോക്കുക. അപ്പം ഇതിന് പകരം വാക്ക് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇത് കണ്ടുപിടിക്കുന്നവരെ ശരിക്കും നമിക്കണം. അതും മലയാള സിനിമയുടെ ഇപ്പോൾ നമ്മൾ തിയേറ്ററിലിരുന്ന് കേൾക്കുമ്പോൾ അരോചകമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട്, അത് മാറ്റി ഇത് മാറ്റി ഇത് മാറ്റി അത് മാറ്റി ഇങ്ങനെ ഓരോന്ന് എഴുതി ചേർക്കും. അത് കറക്റ്റ് മലയാള സിനിമ ഡയറക്റ്റ് കേൾക്കുന്നത് പോലെ. ഈവൻ നമ്മുടെ മലയാള സിനിമയിൽ തന്നെയാണെങ്കിലും ഏതൊരു സിനിമയിൽ ഞാൻ ഒരിക്കൽ കിട്ടണം എന്തോ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ആ സിനിമ ഭയങ്കര ഒരു സിനിമ, ഞാൻ സിനിമയുടെ പേര് മറന്ന്, വളരെ നല്ല രീതിയിൽ വിജയിച്ച് 100 ദിവസം എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ ഓടിയ സിനിമ. അതിൽ ഒരു ഡയലോഗ് മാത്രം എന്തോ ഒരു സബ് ആർട്ടിസ്റ്റ് ആരാണോ ഒരു ഡയലോഗ്, ഈ ഡയലോഗിന് കോഴിക്കോടും കൂവി, കണ്ണൂർ കൂവി, തലശ്ശേരി കൂവി, എറണാകുളത്ത് കൂവി, ആലപ്പുഴ കൂവി, തിരുവനന്തപുരത്ത്, കൊല്ലത്ത് എല്ലാം കൂവാൻ ഒരു സ്ഥലം ബാക്കിയില്ല. ആ ഡയലോഗ് ഇപ്പോഴും ഇതിനെത്തിയാലും ഇത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ചെറിയൊരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ ബാക്കി സിനിമ മൊത്തം നല്ലതാണോ എന്ന് ആരും നോക്കില്ല. ആ പോർഷൻ എഴുന്നേറ്റ് നിന്ന് വളരെ അന്തസ്സായിട്ട് കൂവിയ ശേഷം ഇരുന്ന് കപ്പലിനെ മേടിച്ച് സിനിമ കാണുന്ന ആൾക്കാരാണ് മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് മലയാളികളെ ഇത്രയും കരുതി പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ പേടിയും കൂടി ഉണ്ട്. ആൾക്കാർ നമുക്കിട്ട് നമ്മളെ ഏറി നിർത്തിയാലോ എന്നുള്ള പേടി എല്ലാ അർത്ഥത്തിലും ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി നന്നാക്കാൻ ശ്രമിക്കും. ഇപ്പോ ഇതിലേക്ക് വരുമ്പോഴത്തേനെ നമ്മൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനെ ഇപ്പൊ കുറെ സാധനങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കും ചിരി വരുമല്ലോ ചില സമയത്ത്. അല്ലേ, ചില ഡയലോഗ്സ് ഒക്കെ നമ്മള് ഇപ്പൊ ട്രാൻസ്ലേഷൻ അല്ല, എഴുതി വെച്ച സാധനങ്ങൾ തന്നെ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ചില സിനിമകളൊക്കെ ഡബിങ് വരുമ്പോഴത്തേക്കിന് എല്ലാരും കൂടെ ഭയങ്കര പാട്ടിനും അതിന്റെ ഡയലോഗിനൊക്കെ ട്രോളുന്നത്. അപ്പം ഇപ്പൊ മാക്സിമം അത് കുറച്ചു പേരെ നോക്കുന്നുണ്ട്. എന്നാൽ പോലും കുറെ നാളായിട്ട് ചേട്ടൻ ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഡബ് ചെയ്യുന്ന ഇപ്പം നമുക്ക് സമയം കൊടുക്കുന്നു. ചില പ്രൊഡ്യൂസേഴ്സ് പറയും ഞങ്ങൾക്ക് ഇത് വളരെ വൃത്തിയായിട്ട് ചെയ്യണം,
ഞങ്ങളുടെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇത്ര വൃത്തിയായിട്ട് ചെയ്യൂ. ചിലർ പറയും പൈസ ഒരു വിഷയമല്ല, സംഭവം നല്ല വെടിയും തീറുമായിട്ട് പുറത്തിറങ്ങണം, ഒരു തെറ്റും ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലർ വന്നിട്ട് പറഞ്ഞാന്നറിയാം, വൈകുന്നേരം 5 മണിക്ക് ഇത് കൊടുക്കണം, നീ ഇതെന്തെങ്കിലും കാണിച്ച് ഏതാവത് ഒരു വോയിസ് ഇരുന്നാൽ പോലും അവളിതാണ് ഇത് കൊടുക്കുമ്പോൾ കൊടുക്കണ്ട, നീ ചെയ്തില്ലെങ്കിൽ ഞാൻ അടുത്തവനെ കൊണ്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, അവരിത് ചെയ്ത് കൊടുക്കാൻ നിർബന്ധിതരും. അവിടെ അർത്ഥം ശരിയാണോന്നോ മറ്റേ പീഡെന്നാണോ പറഞ്ഞേക്കണമെന്നോ ഇരിപ്പിടെന്നാണോ പറഞ്ഞേക്കണമെന്നോ അതിൻ്റെ പുറത്തിരുന്നോന്നാണോ ഇതൊന്നും ആരും ചോദിക്കാൻ പറ്റില്ല. അവർക്കിത് കിട്ടിയാൽ മതി, അവരത് കൊണ്ടുപോകുന്നു. നേരെ ആരോ മലയാളം അറിയാത്ത ഒരുത്തന് ഇത് കാണുന്നു, നേരെ ടേപ്പ് ഇടുന്നു, പോകുന്നു, പ്രദർശിപ്പിക്കുന്നു, ഒരുപാട് തീർന്നു. നാട്ടുകാർ ഏറി നിർത്തുമോ പഞ്ഞിക്കിടുമോ തെറി വിളിക്കുകയോ അത് അവർക്ക് സംബന്ധിച്ച വിഷയമല്ല. അവർക്ക് കുറച്ച് നമ്പർ ഓഫ് സിനിമകൾ ഉണ്ടാക്കി വിടുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു വിഭാഗം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ചില ആർട്ടിസ്റ്റുകൾ നിർബന്ധിതരാവും, ഡബ്ബിങ് ആർട്ടിസ്റ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ പോയിരിക്കുകയാണ്, ഞാൻ ഡബ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ക്രിപ്റ്റ് കിട്ടി. അപ്പോൾ ഞാൻ പറയുകയാണ്, അയ്യോ ഇത് ഇങ്ങനെയല്ലോ, അതെ ഇങ്ങനെ മതി, നീ കൂടുതൽ അതിൻ്റെ അകത്ത് പണിയാൻ നിൽക്കണ്ട, കാരണം അടുത്ത ആൾ വന്ന് വെയിറ്റിംഗ് ആണ്, നീ ഇത്രയും ചെയ്തിട്ട് പോയച്ചാൽ. അപ്പോൾ ഞാനെന്ത് ചെയ്യും, മാക്സിമം എന്നാലാവും വിധം എൻ്റെ മനോധർമ്മം എൻ്റെ മനോബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ അതിനകത്ത് നന്നാക്കാനോ പറയാനോ ശ്രമിക്കും. പക്ഷേ അപ്പുറത്തിരിക്കുന്നവർ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ബിഗിനർ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഇത്രയും പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി പറഞ്ഞു വെച്ചു, അവൻ എന്നിട്ട് ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചേട്ടൻ്റെ ഒരു ഈ ഇത്രയും നാളത്തെ ഒരു യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും രസകരമായിട്ട് തോന്നിയ ഡബ്ബിങ് അനുഭവം? എത്ര കഥകൾ എനിക്ക് എപ്പോഴും ഓർമ്മ വന്ന ഒരു കഥയുണ്ട്. ഞാൻ പണ്ട് ഏതൊരു സിനിമ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഒരു പെൺകുട്ടി, അതായത് ഒരു കുടിലിങ്ങനെ ഒരു വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു ട്രാപ്പ് അവളുടെ കാലെന്തോ കുടുങ്ങിപ്പോവും, എന്തോ തുണിയുടെ കെട്ടഴിക്കാൻ പറ്റാതെ പോവും, അങ്ങനെ എന്തോ ചെയ്യുകയാണ്. അപ്പോൾ മലയാളമൊന്നും അറിയാത്ത കുറച്ച് ആൾക്കാർ അതവിടെ തർജ്ജമ ചെയ്യുന്നു കൊടുക്കുന്നുണ്ട്, മലയാളികളല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഒട്ടും പോലും മലയാളം അറിയാത്ത. അപ്പോൾ അവരുടെ വീടിൻ്റെ വാതിൽക്ക് കൂടി ദൂരെ കുറേ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഉടനെ ഈ പെണ്ണ് ഈ കാലിനെ പൊക്കിക്കൊണ്ട് വിളിച്ചിട്ട്, പോകുന്ന ആൾക്കാരെ നിങ്ങൾ ഇതുവഴി വരുമോ എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഡബ്ബിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ രസകരമായ ഡബ്ബിങ് തന്നെയല്ലേ. ഇതുപോലെ ഒരർത്ഥമില്ലാതെ മലയാളം പറഞ്ഞു വയ്ക്കും. അങ്ങനെ പിന്നെ ഏത് നാട്ടിലും ഇപ്പോൾ ബാംഗ്ലൂർ താമസിച്ചുകൊണ്ട് നിൽക്കുന്ന കുറച്ച് മലയാളികളെ ഡബ്ബിങ്ങിന് കിട്ടി. അപ്പോൾ അവർക്ക് അവിടുത്തേതായ പ്രാദേശിക ഭാഷകൾ മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ ചെന്നൈയിൽ നിൽക്കുന്ന ഒരാൾ പേശി ഞാൻ ഇങ്ങനെ ആയിപ്പോയി എങ്ങനെയൊക്കെ പറയുന്ന മലയാളികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ച് ഡബ്ബ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് മലയാളം അറിയാൻ പാടില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരത് ചെയ്തു. ടെൻസ് മാറിപ്പോകും ചില സമയത്ത്. എനിക്കൊരു ഭാഗ്യം പറ്റി എന്നാരെങ്കിലും നമ്മളോട് പറയൂ, എനിക്കൊരു അബദ്ധം പറ്റിയെന്നല്ലേ പറയുള്ളൂ. എനിക്ക് ഇന്നലൊരു ഭാഗ്യം പറ്റി, ഞാൻ അവളെ വഴിക്ക് വെച്ച് കണ്ടു, ഇങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ട് സിനിമകളിൽ. അപ്പം ഇതൊക്കെ അവർക്ക് അത്രേ അറിയുള്ളൂ, അത് മതി. മറ്റേ ആൾക്കാർക്ക് അത്രയും മതി. വേറെ ക്രിട്ടിസൈസ് ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ ഇത് ഇഴകീറി പരിശോധിക്കാനോ അവിടെ ആരുമില്ല. പക്ഷേ ഇവരുടെയൊക്കെ ഒരു ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീര ടീം തന്നെയുണ്ട് ഇതിൻ്റെ പിന്നിൽ, ഓരോന്ന് കാര്യങ്ങൾ നോക്കാനായിട്ട്. അതിപ്പോൾ ബാഹുബലിയുടെ ആണെങ്കിലും ഈ സിനിമയുടെയൊക്കെ ആണെങ്കിലും ഓരോന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് സിനിമ കാണുന്ന തിയേറ്ററിൽ വന്നാൽ എങ്ങനെ ഇരിക്കും നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ ബാഹുബലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കട്ടപ്പ് ഭയങ്കര ഗംഭീരമായിട്ട് പോരാ. അപ്പൊ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങിയ ഒരു ഡബ്ബിങ് ഒരു സ്റ്റുഡിയോ ഏതായിരിക്കും? ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ ഇറങ്ങുന്ന ഒരു മൂവി കാണുമല്ലോ. ഇപ്പൊ ബാഹുബലി ചെയ്തു, കൽക്കി ചെയ്തു, അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തു കാണുമല്ലോ. അപ്പൊ നമുക്ക് ഏറ്റവും നമ്മൾ ചെയ്തിട്ട് ഓക്കെ ഇത് അടിപൊളിയാണ്, ഞാൻ നന്നായിട്ട് ചെയ്തു, അങ്ങനെ അല്ലെങ്കിൽ ആ ക്യാരക്ടർ വൈസ് ആയിരിക്കും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് നമ്മുടെ കൊറോണ തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പായിരുന്നു നമ്മുടെ ജയറാമേട്ടൻ ഹോങ്കോങ്ങിൽ പോയിട്ട് അവിടെ എന്തോ സ്ട്രക്കായി പോകുന്നത്. അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ പേര്, അതിൽ ജയറാമേട്ടൻ ഞാൻ ഡബ് ചെയ്തത്. എൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് പോലും അത് വിശ്വസിച്ചിട്ടില്ല, ഞാനാണ് അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തത്, ഞാനായിരുന്നു, ആരും വിശ്വസിച്ചിട്ടില്ല. എനിക്ക് വളരെ ആസ്വദിച്ച് ചെയ്തൊരു സിനിമയായിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത് ജയറാമേട്ടൻ? അല്ല, ജയറാമേട്ടൻ ഞാൻ അതിനു മുമ്പും പരസ്യത്തിൽ ഡബ്ബുണ്ട്. ജയറാമേട്ടൻ നമ്മുടെ ചാലക്കുടിയിൽ ഒരു സണ്ണി സിൽക്സ് എന്ന് പറഞ്ഞൊരു തുണിക്കടയുടെ പരസ്യത്തിനുണ്ട്. അപ്പം ഇത് ജയറാമേട്ടൻ ഡബ് ചെയ്യാനായിട്ട് വരില്ല എന്ന് പറയാൻ കാര്യം ഇവർക്ക് ഈ പരസ്യം ഷൂട്ട് ചെയ്ത ആൾക്കാർക്ക് ഏതൊരു ദിവസമുണ്ട്, ആ ദിവസമാണ് ജയറാമേട്ടനെ കൊണ്ട് ഡബ് ചെയ്യിക്കേണ്ടത്. അന്ന് ഈ പരസ്യക്കാർ ഫ്രീ ആയില്ല, വേറെന്തോ പരിയായിട്ട് അവർ പോയി. ഈ ജയറാമേട്ടൻ ഡബ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥന് ഇവർക്ക് പൈസ കൊടുക്കത്തില്ല, അവരാകുക. മാത്രമല്ല ജയറാമേട്ടൻ ഡബ് ചെയ്തില്ല എന്ന് പറഞ്ഞാലും ഇവർക്ക് പൈസ കൊടുക്കില്ല. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഡബ് ചെയ്യണ സമയത്ത് എന്നോട് ഒരു ട്രാക്ക് ഒന്ന് വെറുതെ ഇടാമോ, എങ്ങനെയെങ്കിലും ജയറാമേട്ടനെ കൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ട്. ജയറാമേട്ടനാണ് തിരക്കാൻ. ഞാൻ എന്നിട്ട് വെറുതെ ട്രാക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നെ ഞാനാക്കിയ ചാലക്കുടിയിലെ എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡബ് ചെയ്തു.
അവസാനം ഈ സാധനം എയർ ചെയ്തു, ആരും അറിയാണ്ട് കുറച്ച് നാളങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു, അതിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ വളരെ നൈസ് മാനായിരുന്നു. പുള്ളിയോട് പറഞ്ഞു ഞാനാണെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കും ഓക്കെ ആയിരുന്നു. പക്ഷെ ആ ടൈമിൽ ഒരു മനുഷ്യർ കണ്ടുപിടിക്കാതെ മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, ചില സമയത്ത് മാത്രമേ. കാരണം അങ്ങനെ എല്ലായ്പ്പോഴൊന്നും നമുക്ക് പോസിബിൾ അല്ല. ജയറാമേട്ടൻ അന്ന് വരാത്തത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ സിനിമ ഡബ് ചെയ്യണത് മാത്രം ഞാനിങ്ങനെ ചെയ്തു. എന്നോട് നല്ലതാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷേ ഒരിക്കലും ഞാൻ അദ്ദേഹം ചെയ്യുന്ന പെർഫെക്ഷൻ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ലല്ലോ. പക്ഷെ അതുപോലത്തെ ചില സൗഭാഗ്യങ്ങളെന്ന് ഞാൻ പറയുള്ളൂ. അതൊക്കെ എനിക്ക് വീണ് കിട്ടിയ സൗഭാഗ്യങ്ങളാണ് ശരിക്കും. അതുകൊണ്ട് ആ സിനിമയിലെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയുമോ ജയറാമേട്ടൻ്റെ സൗണ്ടിൽ? എനിക്ക് അങ്ങനെ എന്താ പറയുക, നമ്മൾ ഡബ്ബിങ് ചെയ്യുമ്പോൾ മിമിക്രി ചെയ്യുമ്പോൾ വ്യത്യാസമാണ്. ഡബ്ബിങ്ങിൽ എപ്പോഴും ആ ഫിഗർ കണ്ട ശേഷം, ഇപ്പം നിങ്ങൾ എൻ്റെ ഇൻ്റർവ്യൂ ഇട്ടു, അല്ലെങ്കിൽ ഞാൻ ഡബ് ചെയ്ത് ഏതെങ്കിലും ക്ലിപ്പിങ്സിനകത്ത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ, അത് കാണുമ്പോൾ നേരെ വിളിച്ച് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കത് ഫീൽ ചെയ്യത്തില്ല. കാരണം ഞാൻ ഒരാളുടെ മുഖത്തെ ആ ലിപ്പിൽ പറയുമ്പോഴാണ് അദ്ദേഹത്തിന് ശബ്ദമായിട്ട് അത് തോന്നുള്ളൂ. അതാണ് ഡബ്ബിങ്ങിൻ്റെ ഒരു പ്രത്യേകത. കൊടുക്കാം അല്ലേ? ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയാം ചേട്ടൻ എസ്കേപ്പ് ആവാൻ നോക്കുക. അപ്പൊ ഞാൻ ഇവിടെ എല്ലാം മുൻകൂട്ടി കണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ബാഹുബലിയുടെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ, ഒരു പ്രശ്നവും ഇല്ലാതെ ഞാൻ കേൾപ്പിച്ചു തരാം. പിന്നെ കേൾപ്പിച്ചോളൂ. ക്ഷമിക്കണം അസ്ലാംജി, അടിമകൾ രാജകുടുംബത്തോടൊപ്പം ഇരിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. ഈ അടിമയ്ക്ക് വിലയില്ല അസ്ലാംജി. എന്റെ വംശത്തിൽ പിറന്ന എല്ലാവരും മകിഴ്മതിയുടെ സിംഹാസനത്തിന്റെ അടിമകളായിക്കൊള്ളാമെന്ന് എന്റെ പൂർവികർ എപ്പോഴോ കഥയാണല്ലോ ഇത്. മൊത്തം എന്നെ കൊണ്ട് ഡബ് ചെയ്യിക്കാൻ പോകണം. ഇത് ചെയ്ത് കാണിച്ചു തരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അതായത് ഭയങ്കര രസകരമായ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഈ ബാഹുബലി 1 ഉം 2 ഒക്കെ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഈ സിനിമയുടെ ഒരു ഡയലോഗ് പോലും എനിക്ക് കാണാപ്പെടാൻ അറിയത്തില്ല. ഡബ് ചെയ്തു പോകുന്നു. ഓരോ സ്ഥലത്തും ഇതിൻ്റെ ഗസ്റ്റായിട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരോട് ഡയലോഗ് ചോദിക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ല പറഞ്ഞു കൊടുക്കാനായിട്ട്. പക്ഷേ ഇത് കണ്ടിട്ട് അപ്പുറത്ത് വീട്ടിലെ പിള്ളേരൊക്കെ വന്ന് ഈ സാധനം ഡയലോഗ് അവർ കുഞ്ഞു പിള്ളേർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമല്ലോ. അവർ പഠിച്ച് കാണാപ്പാടം അതിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ അവന്മാരെ വിളിച്ചിട്ട് ഇവിടെ ഡയലോഗ് ഒന്നോട് പറഞ്ഞേ, ചേട്ടൻ പറഞ്ഞ ഡയലോഗ് ഒന്നോട് പറഞ്ഞേ എന്ന് പറഞ്ഞ് എഴുതി മേടിച്ചിട്ടാണ് ഞാൻ കൊണ്ട് ഡബ് ചെയ്തത്. അറിയാമോ? ഞാൻ മറന്നുപോയി ഡയലോഗ്. പക്ഷേ ഇത് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര എളുപ്പമാണല്ലോ ഓർത്തിരിക്കാൻ. നമ്മൾ ഡബ് ചെയ്തു, അത് കഴിഞ്ഞാൽ കഥ മറന്നുപോയി. അപ്പോൾ അത്രയും പോലും നമുക്കിത് ഓർത്തിരിക്കാൻ പറ്റാറില്ല. കാരണം നമ്മൾ തന്നെ വീണ്ടും 2-3 പ്രാവശ്യം കണ്ട ശേഷമാണത് എന്തെങ്കിലും ചാനലിലൊക്കെ പോകുമ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഈ ഡയലോഗ് രണ്ടാമത് പഠിക്കുന്നത്. അത് ഡബിങ്ങിൻ്റെ ഒരു പ്രശ്നമാണത്. ഇതൊന്ന് ചെയ്ത് കാണിക്കുമോ ചേട്ടാ? ഞാനിത് തരാം, നോക്കി ചെയ്താൽ മതി. ഫോൺ പിടിച്ചോ. സൗണ്ട് വേണമല്ലോ. ഞാൻ അങ്ങനെ നോക്കി പറയാനായിട്ട് അല്ല, ചേട്ടൻ ചെയ്താൽ മതി, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഒന്ന് വേണമെങ്കിൽ നോക്കിക്കോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഈ അടിമയ്ക്ക് വിലയില്ല അസ്ലാംജി. എന്റെ വംശത്തിൽ പിറന്ന എല്ലാവരും മകിഴ്മതിയുടെ സിംഹാസനത്തിന്റെ അടിമകളായിക്കൊള്ളാമെന്ന് എന്റെ പൂർവികർ എപ്പോഴോ വാക്കുകൊടുത്തു പോയി. വാക്കുകൊടുത്തവർ മരിച്ചോട്ടെ, എന്നാൽ കൊടുത്ത വാക്കിന് മരണമില്ലല്ലോ. ഇത്ര നേരമൊക്കെ പറയാൻ പറ്റും, അല്ലാതെ ഇത് മുഴുവൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാരെങ്കിലും ട്യൂഷൻ. അല്ല, എപ്പോഴും കുറേ ഡയലോഗുകൾ സ്ഥിരമായിട്ട് ആര് ചോദിച്ചാലും പറയാൻ പാകത്തിന് പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ ഡയലോഗുകളുണ്ട്. അത് മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവഗാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ അമരേന്ദ്ര ബാഹുബലി. ഇത് ഓർത്തു വെച്ചേക്കുന്ന ബാഹുബലി 2-ലെ ഡയലോഗാണ്. കുറച്ച് കസ്റ്റഡിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ, എപ്പോഴേലും ചോദിക്കുമ്പോ എടുത്ത് കൊടുക്കും. അതേപോലെ പരസ്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാറുണ്ടല്ലേ ചേട്ടാ? മെയിനായിട്ട് ഇപ്പം റീസെന്റ് വന്നിട്ടുള്ള ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പരസ്യങ്ങൾ ഏതൊക്കെയാ? കുറേ ഉണ്ട്. ഞാൻ സൗരവ് ഗാംഗുലിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് പരസ്യത്തിൽ. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പങ്കജ കസ്തൂരിയുടെ ഒരു പരസ്യം ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രകാശ് രാജിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. IPL-ൻ്റെ പരസ്യത്തിൻ്റെ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ അനുപം കെയറിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ പരസ്യം ഡബ് ചെയ്തിട്ടുണ്ട്. ചന്ദനത്തിരിയൊക്കെ പോലത്തെ ഒരു പ്രോഡക്റ്റിൻ്റെ. ഇങ്ങനെ പല പ്രോഡക്റ്റുകളും ചെയ്തിട്ടുണ്ട്. പിന്നെ അമൃതാഞ്ജൻ റോൾ ഓൺ, എല്ലാത്തരം വേദനകൾക്കും ഉടനടി പരിഹാരം. കൊള്ളാം. ഇതിങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മൾ ഒരു സമയത്ത് ഈ ഇൻസ്റ്റാഗ്രാം എടുക്കുവാണെങ്കിൽ കുറേ കമന്റ് ബോക്സിൽ ഇങ്ങനെ കാണുമല്ലോ, അതായത് ശബ്ദമില്ലാതെ പാറ പൊട്ടിച്ചു കൊടുക്കപ്പെടും എന്നൊക്കെ കുറേ സാധനങ്ങൾ. എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു അതിനെ കുറിച്ച് പറയും, ശബ്ദമില്ലാതെ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇത് ചേട്ടൻ പരസ്യത്തിന്റെ ഒരു രീതി പറഞ്ഞ എങ്ങനെ ഇരിക്കുന്നു ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കാറ്. കാരണം ഞാൻ എൻ്റെ മെയിൻ നമ്മളെവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ട്രിപ്പൊക്കെ പോലെ കല്യാണത്തിന് പോവുക അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോവുക, അപ്പോൾ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ ഒരാവശ്യമില്ലെങ്കിലും ഇതിൽ ചന്ദ്രിക ടെക്സ്റ്റൈൽസ്
തുപ്പം പടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ പറയും സൈഡിലിരുന്ന്. അപ്പോൾ അതിങ്ങനെ എൻ്റെ ഒരു ശീലമായിപ്പോൾ ഇങ്ങനെ പരസ്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പാറ പൊട്ടിച്ചു കൊടുക്കുന്നുള്ള സാധനം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും ഇനി ട്രൈ അതൊന്ന് പറഞ്ഞു നോക്കിയേ. ശബ്ദമില്ലാതെ പാറ പൊട്ടിച്ചു കൊടുക്കും, സമീപിക്കുക സ്നേഹ. എന്താ എന്റെ പേര് അല്ല ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല. ഇത് പറഞ്ഞിട്ട് മറ്റേ നമ്പറൊക്കെ കൊടുക്കണമല്ലോ, സ്ഥലവും അഡ്രസ്സൊക്കെ കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ അതില്ല. ശബ്ദമില്ലാതെ പാറ പൊട്ടിച്ചു കൊടുക്കുവാൻ ഉത്തരവാദിത്തോട് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അത് പറയാം. അത് അപ്പൊ എനിക്ക് ഫുൾ സാധനം കിട്ടണം സ്ക്രിപ്റ്റോട് കൂടി. എന്റെ കൊച്ചെ ചുമ്മാ അങ്ങനെയൊക്കെ പറഞ്ഞ അഡ്രസ്സും തിരക്കി ആൾക്കാർ വരും പാറ പൊട്ടിച്ചു കൊടുക്കാൻ ചോദിച്ചു. ഏതെങ്കിലും ഒരു അഡ്രസ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ അഡ്രസ് ഞാൻ പറയില്ല. അല്ല അത് കൊള്ളായിരുന്നു ചേട്ടാ. അപ്പൊ ഈ കൽക്കിയുടെ വിശേഷങ്ങളിലേക്ക് വരുമ്പോഴത്തേനും ചേട്ടാ പടം കണ്ടില്ല, പക്ഷെ ഈ ഡബിങ്ങിന്റെ സമയത്തെല്ലാം വിഷ്വൽസ് എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നും കാണില്ല അല്ലേ? അല്ല, അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് ഒരു പൂർണ്ണമായ ഒരു വിഷ്വൽ അല്ല നമ്മൾ ഡബിങ്ങിന് ഉപയോഗിക്കുന്നത്. എസ്പെഷ്യലി അത് ഇപ്പോൾ സ്ട്രേറ്റ് സിനിമ ആയിക്കോട്ടെ, ഈ ഡബിങ് സിനിമ ആയിക്കോട്ടെ, പൂർണ്ണമായിട്ടും ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഇതിനകത്ത് ടു ബി എഡിറ്റഡ് ഓർ ടു ബി ആഡഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ എത്തുമ്പോൾ ഇത് ഇങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ബാഹുബലി തന്നെയാണെങ്കിലും ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ബ്രഹ്മാണ്ഡ സിനിമയാണെന്നൊന്നും ഒരിക്കലും നമുക്ക് അറിയാൻ പറ്റില്ല. ബാഹുബലി 2 ചെയ്ത് പറയായിരുന്നു, കാരണം ഇവരെന്തായാലും ഈ സംഭവം സെക്കൻഡ് പാർട്ടാണ്. പക്ഷേ കൽക്കി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുമ്പോൾ ഇത് എന്താണെന്നോ അതിൻ്റെ വിധി എന്താണെന്നോ എങ്ങനെയാണ് ഇതിൻ്റെ കഥ പോകുന്നതെന്നോ ഒന്നും നമുക്കറിയില്ല. ഈവൻ ചിലപ്പോൾ അരുണിനും അജിത്തിനും അല്ലെങ്കിൽ നിരഞ്ജനയ്ക്കും ശരത്തിനും ഒക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും, കാരണം അവരിതിൻ്റെ റൈറ്റിംഗ് സെഷനിൽ അവർ കൂടി ഇതിൻ്റെ ഒരു പാർട്ടായതുകൊണ്ട്. ആസ് എ ഡബിങ് ആർട്ടിസ്റ്റ് ഞാനത് എൻ്റെ പോർഷൻ മാത്രമല്ലേ ചെയ്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ചെന്നൈയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതിന്റെ കുറെ റെസ്പോൺസസും കാര്യങ്ങളൊക്കെ പോകുന്ന അറിയുമല്ലോ. അതെ അതെ. അപ്പം എന്തൊക്കെയാണ് കിട്ടിയ വിവരങ്ങൾ കൽക്കിനെ പറ്റി? കിട്ടിയ വിവരങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോ അങ്ങനെ പറഞ്ഞു, അത് ഞാൻ അതിൻ്റെ ഓഡിയോ വേറെ ആളെനിക്ക് അയച്ചു തന്നെ. ഒരുപാട് ഇതുണ്ടല്ലോ, കമലഹാസനൊക്കെ സ്വന്തം ശബ്ദം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ആരും ഡബ് ചെയ്തിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാനും പോന്നു. ഞാൻ അങ്ങനെ അധികം ആരോടും പറയാനും പോയില്ല ഞാൻ ഡബ് ചെയ്തിരിക്കണമെന്ന്. എന്താണെങ്കിലും ആൾക്കാരുടെ ഒപ്പീനിയൻ എന്താണെന്ന് അറിയട്ടെ. അതിപ്പോൾ മോശമാണെങ്കിലും നമ്മളത് കേട്ടേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഭയങ്കര നല്ല സിനിമയാണെങ്കിലും എന്തെങ്കിലും ഒരു പോർഷൻ മോശമായാലും നമ്മളതിൻ്റെ നമ്മുടെ മിസ്റ്റേക്കായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇതിനകത്തുള്ള കാസ്റ്റിങ്ങിനെ പറ്റിയൊക്കെ ചേട്ടൻ അറിയാമായിരിക്കുമല്ലോ അല്ലേ? അത് കാസ്റ്റിംഗ് ആരൊക്കെയാണ്, അതൊക്കെ അറിയാം. എല്ലാം കുറെ ക്യാമിയോ ഒക്കെ ഉണ്ട്, കുറച്ച് ക്യാമിയോ അപ്പിയറൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ആരൊക്കെയാണെന്ന് അറിയാമോ? എല്ലാ കാര്യങ്ങളും എനിക്കറിയില്ല. എന്നാ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇതിനകത്ത് കുറെ ക്യാമിയോ അപ്പിയറൻസുകളുണ്ട്, ഞാൻ പടം കണ്ടു, അപ്പൊ എനിക്കറിയാലോ. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നാണ് ചേട്ടന്റെ ഒരു ഊഹം? ഇതിനകത്ത് അമിതാഭ് ബച്ചനുണ്ട്. അത് ക്യാമിയോ അല്ലല്ലോ, അത് ഓൾറെഡി നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നാ പറഞ്ഞോ, കുഴപ്പമില്ല, ഞാൻ പറയാം. പറഞ്ഞോ ചേട്ടൻ പറ, പക്ഷെ ശരിയാണെന്ന് പറയാം. എങ്ങനെ കുഴപ്പിക്കരുത് പ്ലീസ്. പറഞ്ഞോ. അതായത് ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ ക്യാരക്ടറിന്റെ പേരറിയാം, കലികാലൻ. പുള്ളിക്ക് ഈ സിനിമ പ്ലേ ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ഒരു 200 വർഷത്തോളം പഴക്കമുള്ള ഒരു മനുഷ്യനായിട്ടല്ലേ? ശരിയാണോ? അത്രത്തോളം അവിടെ വരെ ശരിയാണോ? ഓക്കെ. അപ്പോൾ അത് വരെ ശരിയാണ്. പിന്നെ പുള്ളി കലികാലത്തിൽ പുള്ളി പറയുന്ന കാര്യങ്ങളാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ അതിലേക്ക് വഴി നടത്തിക്കുക എന്നുള്ളൊരു സംഭവമാണ് പുള്ളി ചെയ്യുന്നത്. അത്രയും വരെ ശരിയാണോ? ഇത്ര വരെ ശരിയാണ്. ഇല്ല, ഞാൻ ചോദിച്ചേക്കുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് പറയണം. കുറെ ക്യാമിയോ അപ്പിയറൻസുകളുണ്ട്, അപ്പൊ അത് ആരൊക്കെയാണെന്ന് ചേട്ടൻ പറഞ്ഞേ, ഒരു ഊഹം പറ. കുറെ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്, പറ ചേട്ടൻ. നല്ലൊരു അവര് കാണാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒന്ന് പറ, ഞാൻ ഒന്ന് കറക്റ്റ് ആണോന്ന് പറയാം. എനിക്കറിയില്ല, എന്നാലും ഊഹിച്ചു നോക്കി. ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പറ. എന്നാലും പറ ആരൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും കേട്ടിട്ടില്ല. ഒന്നും കേട്ടില്ല. ശേ, എന്നാലും ഒന്ന് പറ. ഇപ്പം അമിതാഭ് ബച്ചൻ ഉണ്ട്, കമലഹാസൻ ഉണ്ട്, അതൊക്കെ നമുക്കറിയാലോ. മലയാളത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ടെന്നാണ്? മലയാളത്തിൽ ദുൽഖർ ഉണ്ട്, പിന്നെ നമ്മുടെ അന്നാബൻ ഉണ്ട്, പിന്നെ പിന്നെ ആരൊക്കെയാ എനിക്കറിയില്ല. തമിഴിൽ നിന്ന് ആരൊക്കെ ഉണ്ട്? തെലുങ്കിൽ തമിഴിൽ നിന്നൊക്കെ പ്രഭാസ് ഉണ്ട്. ഓ, എക്സ്ക്ലൂസീവ് സാധനം. പിന്നെ പ്രഭാസ് ഉണ്ട്. പിന്നെ അമിതാഭ് ബച്ചൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പറ, ഇനി ആരൊക്കെ ഉണ്ട്? അത് ഞാൻ പറഞ്ഞു തരണോ? അത് സസ്പെൻസ് അല്ലേ? ചേട്ടൻ പോയി കാണുമ്പോ ആ സർപ്രൈസ് പൊട്ടിക്കാൻ പാടില്ല. അപ്പൊ ചേട്ടൻ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ട് അപ്പോഴാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. അപ്പൊ ഞാൻ പറയുന്നില്ല, അപ്പൊ കുറെ പേരുണ്ട്, ചേട്ടൻ പോയി കണ്ടിട്ട് അതിങ്ങനെ ആ ഓരോ മൊമെന്റ്സ് കാണുന്നത് എക്സൈറ്റഡ് ആവണം. ഓക്കെ. അപ്പൊ ഈ സിനിമയും അല്ലെങ്കിൽ ബാഹുബലിയൊക്കെ വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ കുഞ്ഞു പിള്ളേരൊക്കെ വന്ന് ചോദിക്കില്ല, ചേട്ടാ അടുത്ത പാട്ടിന് ഉടനെ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ അപ്ഡേറ്റുകളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ടോ? അയ്യോ, ബാഹുബലിയുടെ സമയത്തൊക്കെ ഒരുപാട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്ഡേറ്റ്. എന്തിനാണ് പുള്ളി ശരിക്കും
ശരിക്കും കൊന്നത്, എന്തിനാണ് കൊന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളടുത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞേക്കൊണ്ട് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയും അവരോട്. അത് അവർ തമ്മിൽ വേറെ പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് പുള്ളി തട്ടിക്കളഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് നുണയൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കൊള്ളാം. ഇതിപ്പം ഇവർ രണ്ടുപേരും അല്ലാതെ വേറെ ആരൊക്കെയാണ് ചേട്ടാ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ മെയിനായിട്ട് ഡബിങ്ങിലേക്ക് വരുമ്പോൾ? ഇല്ല, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾക്ക് വേണ്ടി മാത്രം എൻ്റെ വോയിസ് ഒന്നും അങ്ങനെ വിചാരിക്കാറില്ല. പിന്നെ അജയ് ദേവ്ഗണ് ഡബ് ചെയ്തിട്ടുണ്ട് RRR എന്ന് പറഞ്ഞ സിനിമയിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മൈതാൻ എന്ന് പറഞ്ഞൊരു ഫിലിം വന്നിരുന്നു, അതിലും ഞാൻ ഡബ് ചെയ്തു. അത് തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എങ്കിലും ഇന്ന ആൾക്ക് സ്ഥിരമായി എന്നൊന്നുമില്ല. ചില ആളുകൾക്ക് ചെയ്യുമ്പോൾ മാച്ച് ആവാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആ മാച്ച് ആവാറുള്ളത് ചിലപ്പോൾ 1-2 പടത്തിലൊക്കെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത് കഴിയുമ്പോൾ വീണ്ടും വേറൊരു ആൾ വരും. അങ്ങനെയാണ് നമ്മുടെ. ഇത്രയും സിനിമകളൊക്കെ ചെയ്തിട്ട് നമ്മൾ നോർമലി ചോദിക്കുന്ന കാര്യമാണ്, കണ്ടിട്ടുണ്ടോ കമൽഹാസൻ സാറിനെ നേരിട്ട്? സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, നേരിട്ട് കണ്ടിട്ടുണ്ടോ? സത്യരാജ് സാറായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. വേറെ ആരായിട്ടും കമൽ സാറിനെ കണ്ടിട്ടുമില്ല, സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. എനിക്കൊന്നും വലിയൊരു ആഗ്രഹമായിരിക്കും അല്ലേ? ഒരുപക്ഷെ പുള്ളിക്ക് അറിയാതിരിക്കാൻ ചിലപ്പോൾ എന്തായാലും പുള്ളിയുടെ അന്യഭാഷ സിനിമയുടെ ദശാവതാരത്തിൽ ഞാനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാമായിരിക്കാം. പക്ഷേ ഇതുവരെ നേരിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അപ്രിസിയേഷൻ കിട്ടുമോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഇനി സംഭവിക്കുമായിരിക്കും. അത് ഉടനെ സംഭവിക്കട്ടെ. അങ്ങനെ കാണുവാണെങ്കിൽ ആദ്യമായിട്ട് പറയാൻ വെച്ചിരിക്കുന്ന കാര്യം എന്തായിരിക്കും സാറിന് നേരിട്ട് കാണുവാണെങ്കിൽ? ദയവ് ചെയ്ത് എൻ്റെ എല്ലാ തെറ്റുകളും പൊറുക്കണം. ഞാൻ അങ്ങയുടെ കഥാപാത്രത്തെ ഏതെങ്കിലും വിധത്തിൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നേ ഞാൻ പറയുള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നു കാണാനൊക്കെ ചാൻസ് ഉണ്ടാവാം. ചിലപ്പം കൽക്കയുടെ പ്രൊമോഷന് വരുവാണെങ്കിലേ കാണാൻ പറ്റുമായിരിക്കും. കൽക്കയുടെ പ്രൊമോഷൻ വരുവാണെങ്കിൽ ഓൾറെഡി ഒരു പ്രൊമോഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും വല്ല സെലിബ്രേഷനോ സക്സസ് സെലിബ്രേഷനോ എല്ലാം വരുവാണെങ്കിൽ ഒരു പക്ഷേ മീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും സക്സസ് എന്തായാലും ഉണ്ടായി. ഇനി സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നേ വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ സിനിമ കാണാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും ചേട്ടനോട് ചോദിക്കാൻ പറ്റിയില്ല. അപ്പം സമയത്തിന്റെ ഒരു പരിമിതി മൂലം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ചേട്ടാ, അപ്പോൾ എല്ലാവരും കൽക്കി പോയി കാണുക. ഞാൻ കണ്ടു നമ്മൾ മാത്രം, ബാക്കിയുള്ളവരെല്ലാവരും പോയി കാണുക. അപ്പോൾ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്.